നിതീഷ് സഹദേവൻ ഇപ്പം ഈ സംവിധാനം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്യുന്നുള്ള രീതിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഞാനൊക്കെ ആദ്യം തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയാണ് ഫാലിമി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാമിലി എന്നുള്ളത് മാറ്റി ഫാലിമി എന്നിട്ട് ആ പേര് തന്നെ വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ അതിഗംഭീര സിനിമയൊന്നുമല്ല, നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരുന്നു. വലിയ വലിയ താരങ്ങളൊന്നുമില്ല. ജഗദീഷും നമ്മുടെ മഞ്ജു പിള്ളയും ബേസിലും സന്ദീപ്, ഇപ്പോഴത്തെ സ്റ്റാറായിട്ടുള്ള സന്ദീപ് ഒക്കെ അഭിനയിച്ചൊരു കൊച്ചു പടമാണ്, വലിയ പടമൊന്നും അല്ല. പക്ഷേ അതിനകത്ത് രസകരമായിട്ടുള്ള കോമഡി. നമുക്ക് ആ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒട്ടും ബോറടിക്കത്തില്ല. അത് OTT കണ്ടാലും ബോറടിക്കത്തില്ല. ഒരു വട്ടം എന്തായാലും കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തമിഴ് പടം, അത് TTT എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന തമിഴ് പടം അവിടെ സൂപ്പർ ഹിറ്റാണെന്ന്. അതായത് ഇദ്ദേഹം ഫാലിമി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പടം യഥാർത്ഥത്തിൽ മമ്മൂട്ടി പടമാണ്. മമ്മൂട്ടിക്ക് അസുഖബാധിതയെ തുടർന്ന് ഇദ്ദേഹം തമിഴ് പടം പോയി ചെയ്യുന്നു. ഈ തമിഴ് പടം ജീവ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ സ്റ്റാറൊന്നുമല്ല, ഒരു സമയത്ത് അത്യാവശ്യം സ്റ്റാറായിരുന്നു. അദ്ദേഹത്തിനെ വെച്ച് വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത സിനിമയിൽ, തമിഴിൽ അധികം ഹിറ്റുകൾ ഇല്ലാത്ത സമയത്ത് തമിഴിലൊരു ഹിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അന്നേരം മിടുമിടുക്കനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത മമ്മൂട്ടി കമ്പനിയുടെ അടൂർ ഗോപാലകൃഷ്ണൻ പടം കഴിഞ്ഞാൽ ഉടൻ തന്നെ തമിഴ് മലയാളം പശ്ചാത്തലത്തിൽ വരുന്നൊരു സിനിമയാണ്. മമ്മൂട്ടി ഒരു ഗുണ്ടയായിട്ടാണ് ആ സിനിമയ്ക്കകത്ത്. എന്തായാലും ഈ സിനിമയ്ക്ക് ഇപ്പോൾ പ്രതീക്ഷകൾ വളരെയധികം കൂടുതലാണ്. പിന്നെ തമിഴിൽ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാനും ഇപ്പം വളരെയധികം എളുപ്പമാണ്. അത് മമ്മൂട്ടി കമ്പനി എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. എന്തായാലും നിതീഷ് സഹദേവൻ ഒരു ഭാവിയിലൊരു ഗംഭീര സംവിധാനമാണെന്നുള്ളതിൽ നിസ്സംശയം പറയാം.